ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ എയിം അക്കാഡമി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ LDCയിലും LGSയിലും ഡിഗ്രി ലെവലിലും എല്ലാത്തിലും ചോദിക്കാറുള്ള ചരിത്രത്തിലെ ഒരു ടോപ്പിക്കാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്നാണ് സിലബസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ വിഷയം നമുക്ക് ഈ വീഡിയോയിൽ മുഴുവനായി പഠിക്കാം. ഇത് ആദ്യത്തെ പാർട്ടായിരിക്കാം. രണ്ടാമത്തെ പാർട്ട് ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകമാണ്. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. ബ്രിട്ടീഷിൽ നിന്ന് ഭരണ കൈമാറ്റം സാധ്യമാവുമ്പോൾ തന്നെ ഇന്ത്യ രണ്ടായി വിഭജിച്ചിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായി പാകിസ്ഥാനും ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമായി ഇന്ത്യയും മാറി. വിഭജനവും തുടർന്നുണ്ടായിരുന്ന അഭയാർത്ഥി പ്രവാഹവും തന്നെയായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥികളുടെ പ്രവാഹം തന്നെ ഉണ്ടായി. രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകളും നടന്നു. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂഷിതമായിരുന്നു. ഏകദേശം 10 ലക്ഷത്തോളം അഭയാർത്ഥികളാണ് തീവണ്ടിയിലും കാളവണ്ടിയിലുമായി സഞ്ചരിച്ച് ഈ രണ്ടു പ്രദേശങ്ങളിലേക്കുമായി അഭയാർത്ഥി പ്രവാഹം നടത്തിയത്. സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി പല ചലച്ചിത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. അവയെപ്പറ്റി SCERT പാഠഭാഗം ചർച്ച ചെയ്യുന്നുമുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഋത്വിക് ഘട്ടക്കിന്റെ മേലെ ധാക്ക-ധാര ഒരു ബംഗാളി ഫിലിമായിരുന്നു. അടുത്തത് MS സത്യുവിന്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനയുടെ തമസ്, പമേല റൂഫിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള കുറെ നാട്ടുരാജ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് നാട് വിടുന്നതിന് മുന്നേ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഒരു അവകാശം നൽകി. ഒന്നില്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരാം. അങ്ങനെ ഒരു അധികാരം നൽകിയതിനു ശേഷമാണ് ബ്രിട്ടീഷ് ഇന്ത്യ നാട് വിട്ടത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിടേണ്ടി വന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണാം ഈ നാട്ടുരാജ്യങ്ങളെയെല്ലാം ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജിപ്പിക്കുക അല്ലെങ്കിൽ ചേർക്കുക എന്നുള്ളത്. കേന്ദ്രമന്ത്രിസഭയില് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെ നിയമിക്കുകയും ചെയ്തു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയനക്കരാർ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം ഈ 3 വകുപ്പുകളുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ ആർക്ക് നൽകണം? കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് ഈ 3 പ്രദേശങ്ങൾ ഈ സംയോജനത്തിൽ നിന്ന് വിട്ടുനിന്നു. അവർക്ക് നാട്ടുരാജ്യങ്ങളോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും ഈ നാട്ടുരാജ്യങ്ങളെ കൂടി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തു. അങ്ങനെ
ഹൈദരാബാദും കാശ്മീരും ജുനഗഡും കൂടി ഇന്ത്യൻ യൂണിയനിലേക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ബ്രിട്ടീഷ് ഇന്ത്യ വിട്ട് പോയതിനു ശേഷവും പോർച്ചുഗൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അവിടങ്ങളിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ കാരണവും പിന്നെ അതോടെ സൈനിക നടപടികളിലൂടെയും പോർച്ചുഗലിന്റെയും ഫ്രാൻസിന്റെയും അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇന്ത്യ തിരിച്ചു പിടിച്ചു. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന? ഫ്രാൻസും പോർച്ചുഗലും ആണ്. ഫ്രാൻസില് പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം ഫ്രാൻസിന്റെ അധീനതയിൽ വരുന്ന സ്ഥലങ്ങളായിരുന്നു അವೆല്ലാം. അപ്പൊ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. അതുപോലെ പോർച്ചുഗലാണ് അവസാനം ഇന്ത്യ വിട്ട് പോയത്. അപ്പൊ ആദ്യം വന്ന് അവസാനം പോയത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? പോർച്ചുഗലാണ്. ഗോവ, ദാമൻ, ദിയു എന്നീ അധീന പ്രദേശങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ യൂണിയനിൽ എപ്പോഴാണ് പോർച്ചുഗൽ അല്ല, ഗോവയും ദാമൻ ദിയുവും ചേർക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1961 ചേർക്കപ്പെട്ടത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെ സർദാർ വല്ലഭായ് പട്ടേൽ നിയമിച്ച കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. കേരളീയനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. VP മേനോൻ, വാപ്പാല പങ്ങുണ്ണി മേനോൻ. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തായിരുന്നു ജനനം. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിക്കുകയുണ്ടായി. സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച കാര്യം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റിരുന്നു. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി NCERT-യിൽ പ്രത്യേക പരാമർശം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തിരഞ്ഞെടുപ്പും. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണെന്ന് തന്നെ പറയാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയ അഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന എന്ന് വേണം പറയാൻ. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനാലാണ് എല്ലാ വർഷവും ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടന അനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951, 1952 കാലയളവിലായിരുന്നു. നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ യൂണിയനുമായി കരാറിൽ ഏർപ്പെട്ട് ലയനം നടത്തിയെങ്കിലും ഭാഷാ അടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാന രൂപീകരണമല്ലായിരുന്നു നടന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഒരു നാട്ടുരാജ്യത്തിൽ തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണം എന്നൊരു ആവശ്യം ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. 1920 ഒരു കോൺഗ്രസ് സമ്മേളനം ഉണ്ടായിരുന്നു. പ്രത്യേക സമ്മേളനമായിരുന്നു. സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനായിരുന്നു ഈ കോൺഗ്രസ് സമ്മേളനത്തിലൂടെ തീരുമാനമുണ്ടായത്. അങ്ങനെ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് മാത്രമായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി ഒരു സ്വതന്ത്ര സമര സേനാനി, അതായത് പോട്ടി ശ്രീരാമലു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം നിരാഹാര സമരം തുടങ്ങി. 58 ദിവസം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ അദ്ദേഹം മരിക്കുകയുണ്ടായി.
അങ്ങനെ ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു 1953. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന് മറ്റുള്ള സംസ്ഥാനക്കാരും ഇതിനെ തുടർന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 രൂപീകരിച്ചു. ഫസൽ അലിയായിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. HN കുൻസ്രു, മലയാളിയായ KM പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റംഗങ്ങൾ. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാനം പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കി. ഇന്നത്തെ ഈ വിഷയവും ഈ ക്ലാസ്സും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി ആവശ്യപ്പെടുന്ന ടോപ്പിക്കുകളും എല്ലാം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നന്ദി.